AAC 8E വരാം. അതും ഒരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയാണ്. ഇവിടെ അറിയാമല്ലോ 7 കമ്മിറ്റ്മെൻ്റാണ്, ഒരു കോറ്, ഒരു അച്ചീവ്മെൻറ്റ്. 9 മൊത്തം പഠിക്കാനുള്ള. അതിൽ ആണ് 5ാമത്തത്. നമുക്കിതിനകത്ത് പറയുന്ന ഒറ്റ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തൊട്ടു മുമ്പും കണ്ടതാണ്, ക്ലിനിക്കൽ സർവീസസിലും കണ്ടതാണ്. ഇമേജിംഗ് സർവീസസ് അല്ലെങ്കിൽ ഇമേജിംഗ് റിസൾട്ട് ആർ അവൈലബിൾ വിത്തിൻ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. നമ്മളൊരു ഇമേജിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വെയിറ്റിംഗ് എത്ര സമയം വരും, ആ ഒരു ഇമേജിംഗ് സർവീസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും, അതിന് റിസൾട്ടിങ്ങിന് എത്ര സമയം എടുക്കും, അങ്ങനെ നമുക്കൊരു ടേൺ അറൗണ്ട് ടൈം ഫിക്സ്ഡ് ആയിരിക്കണം. ആ ഒരു ഇമേജിംഗ് സർവീസ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം വേണം. ഓരോ സർവീസിനും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ മൊഡാലിറ്റിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സ്റേക്ക് എടുക്കുന്ന സമയമല്ല CTക്ക് എടുക്കുന്നത്. അത് ഇമേജിംഗ് സർവീസസിൽ USGയിലേക്ക് വരുമ്പം USGക്ക് എടുക്കുന്ന സമയമല്ല. USGയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റിഗേഷനും ടൈം ഫ്രെയിം ഡിഫറൻസ് ആണ്. ചിലത് 5 മിനിറ്റ് തരും, 10 മിനിറ്റ് തരും, ചിലത് 20 മിനിറ്റ് എടുക്കും. സോ അങ്ങനെ ഓരോ സർവീസസിനും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു എമർജൻസിയിൽ നിന്ന് ഒരു ഡോക്ടർ അയക്കുമ്പോൾ, OPയിൽ നിന്നൊരു ഡോക്ടർ അയക്കുമ്പോൾ, IPയിൽ നിന്നൊരു ഡോക്ടർ അയക്കുമ്പോൾ റിസൾട്ട് എപ്പോൾ കിട്ടുമെന്ന് കൃത്യമായി പറയാൻ കഴിയും. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ടൈം ഫ്രെയിം. ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ എത്ര സമയമാണ്, റിപ്പോർട്ടിങ്ങിന് എത്ര സമയം എടുക്കും. നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ആ മെത്തഡോളജി അവിടെ ഡിക്ലെയർ ചെയ്യാം, എത്ര സമയം കൊണ്ടാണ് ഇത് നടക്കുക. പിന്നെ നമുക്ക് ഓരോ ദിവസവും മാറി വരുന്നത് വെയിറ്റിംഗ് ടൈമാണ്. പക്ഷെ അതും കൃത്യമായി സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരാളിൻ്റെ റിക്വസ്റ്റ് ഓൺലൈൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും റിസൾട്ട് എപ്പോൾ വരുമെന്ന്. സോ AAC 8E ഇമേജിംഗ് റിസൾട്ട് ആർ അവൈലബിൾ വിത്തിൻ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. സമയകൃത്യത പാലിക്കാനായിട്ട് ഇത് ഉപകരിക്കും. ഇത് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സുപ്പീരിയർ അതോറിറ്റീസ് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരിക്കും, ആ സമയത്തൊന്നും നടക്കില്ല. കാരണം നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാനൊരു തോന്നലുണ്ടായി ഓടിപ്പോയി വരാനുള്ള സാധ്യത അവിടെയുണ്ട്. പെട്ടെന്നൊരു സുഹൃത്ത് ഒരു ഇൻഫർമേഷൻ അവരുടെ അത്യാവശ്യത്തിനായിരിക്കും വരുന്നത്. ഇവിടെ സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻ്റെ റിസൾട്ട് ആയിരിക്കും, അതൊരു എമർജൻസി കേസായിരിക്കും. സോ ഇത് മാനേജ്മെൻറ്റ് കൃത്യമായും ഈ ടേൺ അറൗണ്ട് ടൈം ചെക്ക് ചെയ്യുക, ഡിഫൈൻഡ് ടൈം ഫ്രെയിമിൽ തന്നെയാണോ റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക, ഉറപ്പുവരുത്തുക. AAC 8E നമ്മളുടെ ഇമേജിംഗ് റിസൾട്ടുകൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൃത്യമായ ഡിഫൈൻഡ് ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. വളരെ മനോഹരമായ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്.